بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാനമായി എന്നെ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, തെറ്റും ശരിയും തിരിച്ചറിയാനാവാത്ത മലീനസമായ ദേശത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അതിപ്രധാനമാണ് മാത്രമുള്ള കാര്യം. ഹൃദയത്തിൽ കൂട്ടിയുറപ്പിച്ചേ തീരൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഒരിക്കലും വിശ്വാസി ഹബീബിന്റെ ആദരത്തിലേക്ക് കടന്നു കൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഫതസാത്ത് നബിയേ, എപ്പോഴാണ് ഖിയാമത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൻത മഹമ്മൻ അഹ്ബത്ത, ഈ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ. मोहम्मद की इल्फत में जन्नत होगी, कभी उसकी जन्नत में इल्फत होगी. ഉത്തിനോട് പ്രണയമില്ലാത്ത മുസ്ലിമേ, നിനക്ക് സ്വർഗമില്ല എന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم അവന്റെ മലായികത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ആ സ്വഭാവമയുടെ പാരമ്പര്യം നിർദ്ദിച്ച നബിയേക്കാൾ സ്ഥാനമുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ പദവിയല്ലേ പിന്നീട് ഉയർന്നത്. അതെങ്ങനെ എന്നറിയുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അന്വേഷണമായ പ്രണയത്തിന്റെ വാഗ്ദാനങ്ങൾ തുറന്നു കൊടുത്തത് കൊണ്ടല്ലേ. സാക്ഷാൽ തോമസിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണേ. എന്റെ 23 വർഷത്തെ പരിശ്രമത്തിലൊടുവിൽ എന്റെ ലോക ജനതയെ കണ്ടെത്തിയിരിക്കുന്നു. ലോക ജനതയെ തന്റെ കൊണ്ട് കീഴടക്കിയ തങ്ങളാണ്. ബിലാൽമാരെ സമൃദ്ധമാക്കി അങ്ങേക്ക് സലാം. യുദ്ധബുദ്ധിയന്മാരായിരുന്ന അറേബ്യൻ നാട്ടാൾ ഹൃദയങ്ങളെ കടലാക്കി മാറ്റിയവരെ അങ്ങേക്ക് സലാം. ഇതെല്ലാം കളത്തിൽ അന്ധവിശ്വാസം വലിക്കുമ്പോൾ എനിക്ക് ദാഹജലം വേണ്ട എന്നപ്പുറത്തെ ലോകത്തോട് വിട പറഞ്ഞ എന്റെ സ്വഭാവ അങ്ങ് സ്വഭാവമഹിമയുടെ പാരമ്പര്യം എത്തിയെ അങ്ങ് കളങ്കമില്ലാത്ത സ്നേഹത്തിന്റെ കടലായിരുന്നു. അതുകൊണ്ടല്ലായിരുന്നു അങ്ങേ ലോകം സ്നേഹിച്ചിരുന്നത്. കണ്ണും കാറുമില്ലാത്ത നഗരമേ മദീന. ഓരോ സെക്കൻഡിലും എത്ര മണിക്കൂറാണ് ഹബീബിന്റെ ആദരത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു വരുന്നത്. ഓരോ സെക്കൻഡിലും എത്ര മണിക്കൂറാണ് ഹബീബിന്റെ ആദരത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു വരുന്നത്. ഹബീബില്ലാത്ത മദീനയിൽ എനിക്ക് നിൽക്കാനാവില്ല എന്ന് നാട് വിട്ട ഇമാം മാലിക് ബിൻ ഹബീബില്ലാത്ത മദീനയിൽ ചെരുപ്പിട്ട് പോലും നടക്കാൻ മടിച്ച ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ഹൃദയങ്ങൾ കൊണ്ട് ഉൾപ്പെടുത്തട്ടെ.